ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റാൻഡി ഓട്ടൻ നിക്ക് ആൾഡിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് സ്മാക്ഡൗൺ എപ്പിസോഡ് ഇന്ന് ഒട്ടും സെറ്റ് ആയിട്ടില്ല. റാൻഡി ഓട്ടന്റെ സെഗ്മെന്റ്, കോഡി റോഡ്സിന്റെ സെഗ്മെന്റ്, റൈ ഫീനിക്സിന്റെ മാച്ച് ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒട്ടും സെറ്റ് ആവാത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് റാൻഡി ഓട്ടൻ നിക്ക് ആൾഡിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. ഇതിൽ നിക്ക് ആൾഡിൻസ് റിങ്ങിൽ വന്നതിന് ശേഷം റാൻഡി ഓട്ടനെ റിങ്ങിലേക്ക് വെൽക്കം ചെയ്ത് ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ റാൻഡി ഓട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ഞാൻ നിന്നെ ആർക്കിയോ ചെയ്തപ്പോൾ നീ അത് പേഴ്സണലായിട്ട് എടുത്തു. എന്നാൽ ഞാൻ 2 ആർക്കിയോയ്ക്കുള്ള പൈസയെല്ലാം മുൻപേ തന്നെ അടച്ചതാണ്. അതായത് ഫൈനായിട്ടുള്ള പൈസയെല്ലാം മുൻപേ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് റാൻഡി പറഞ്ഞത്. അതായത് 1 വർഷം മുൻപ് ആർക്കിയോ ചെയ്ത സമയത്ത് നിക്ക് ആൾഡിൻസിന് ഫൈൻ അടച്ചപ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ വെക്കാനും ഭാവിയിൽ അത് ഉപകാരപ്പെടും എന്നൊക്കെയാണ് അന്ന് റാൻഡി പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് ഈ സെഗ്മെന്റിലും ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് റസൽമേനിയയിൽ മാച്ച് ഇല്ലാത്ത കാരണമാണ് ഞാൻ അതുപോലെയെല്ലാം ചെയ്തത്. പിന്നെ ഈ റസൽമേനിയ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് മാച്ച് കിട്ടിയേ തീരൂ, കാരണം തൻ്റെ 20ാമത്തെ റസൽമേനിയ ആണെന്നും ഇതിൽ തനിക്ക് മാച്ച് കിട്ടിയേ തീരൂ. ഈ ഒരു ടൈപ്പിലൊക്കെ റാൻഡി സംസാരിച്ചെത്തി. അങ്ങനെ റാൻഡി ഓട്ടൻ, എനിക്കൊരു ഒപ്പോണന്റിനെ നീ തന്നേ പറ്റൂ, അതിപ്പോൾ നീയായാലും ശരി, നിന്റെ കൂടെ ഞാൻ മാച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന് അവസാനം നിക്ക് ആൾഡിൻസിനോട് പറയുന്നുണ്ട്. അപ്പം നിക്ക് ആൾഡിൻസ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ മാച്ച് ചെയ്യാനോ എനിക്ക് നിന്റെ ഫൈനോ ഒന്നും തന്നെ വേണ്ട, എനിക്ക് വേണ്ടത് റെസ്പെക്റ്റ് ആണ് എന്നൊക്കെ. അപ്പോൾ റാൻഡി ഓട്ടൻ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ വൈഫായ മിക്കി ജെയിംസിനെ പറ്റിയാണ് തനിക്ക് വിഷമമെന്ന്. അതായത് റസൽമേനിയയിൽ റാൻഡിക്ക് മാച്ച് കിട്ടിയില്ലെങ്കിൽ നിക്ക് ആൾഡിൻസിനെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് റാൻഡിക്ക് തന്നെ അറിയില്ല. ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ സോളോ സിക്കാവൻ്റെ ടോമ ടോങ്ക വന്നുകൊണ്ട് പറയുന്നത്, റാൻഡി ഓട്ടൻ ഇപ്പോഴും ഫാസ്റ്റിലാണെന്നും റാൻഡി ഓട്ടൻ്റെ കാലമെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ സോളോ സിക്കാവ, ജേക്കബ് ഫാട്ടു ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ജേക്കബ് ഫാട്ടു US ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യും റസൽമേനിയയിൽ. റാൻഡി ഓട്ടനോട് റിങ് വിട്ട് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കും. അവസാനം റാൻഡി ഓട്ടന് ദേഷ്യം വന്ന് ഇവരെ റിങ്ങിലേക്ക് വിളിച്ച് ഇവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും റാൻഡി ഓട്ടൻ. ആ സമയത്ത് ഇവർ തിരിച്ച് റാൻഡി ഓട്ടനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് US ചാമ്പ്യൻ LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് റാൻഡി ഓട്ടനെ സേവ് ചെയ്ത് അവസാനം LA നൈറ്റ് പറയുന്നുണ്ട്, നിനക്ക് ഇവന്മാരെ തല്ലി കൊതി തീർന്നിട്ടില്ല എങ്കിൽ എൻ്റെ കൂടെ ടാഗ് ടീം മാച്ച് വെച്ച് നമുക്ക് ഇവരുമായി ഫൈറ്റ് ചെയ്യാം എന്ന ടൈപ്പിലൊക്കെ. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് മെയിൻ ഇവൻറ്റിൽ ഒരു ടാഗ് ടീം മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്തു. അവസാനം നിക്ക് ആൾഡിൻസും ആ മാച്ച് കൺഫേം ചെയ്ത് ഇതൊരു ടാഗ് ടീം മാച്ചാക്കി മാറ്റി. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ചാണ്. ഇതൊരു ഗോട്ട്ലെറ്റ് മാച്ച് ആയിട്ടാണ് നടന്നത്. ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് റസൽമേനിയയിൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് ഈ മാച്ചിലില്ല. അതായത് ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഇടയ്ക്ക് വന്നിട്ടുള്ള ടീമിനെ എല്ലാം റോൾ പിൻ ചെയ്തും അല്ലാതെയും ബെയ്ലി ആൻഡ് ലൈറ വൽക്കീരിയ വിൻ ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് വിട്ടു. അവസാനം വന്നത് പൈപ്പർ നിവിനും ആൽബ ഫയറുമാണ്. ഇവർ വന്നതിന് ശേഷം ഈ മാച്ച് കുറച്ച് സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ആ ഒരു മാച്ചിന്റെ അവസാനത്തിലും ബെയ്ലി ആൽബ ഫയറിന് ഫിനിഷർ കൊടുത്തു. ശേഷം ലൈറ വൽക്കീരിയനെ കൊണ്ടും ഫിനിഷർ ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ബെയ്ലി ആൻഡ് ലൈറ വൽക്കീരിയ ഇവരാണ് വിൻ ചെയ്ത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ ആയത്. അതിനുശേഷം ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഡ്രൂ മാക്കൻടയർ എൻട്രൻസിന്റെ അവിടെ നിന്നും ഓടി വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോഴത്തേക്കും തുറപ്പന്മാരുടെ ഗ്യാങ് പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നു. സത്യം പറയുകയാണെങ്കിൽ വളരെയധികം ബോറാണ്. ഇവരൊന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത സെക്കൻഡിൽ വന്നൊക്കെ പിടിച്ചു മാറ്റുന്നത്. പിന്നീട് ഡ്രൂ മാക്കൻടയർ അതെല്ലാം മറികടന്നുകൊണ്ട് കണ്ണിലുള്ള കെട്ടെല്ലാം അയച്ചു കളഞ്ഞ് തനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഡാമിൻ പ്രീസ്റ്റിനെ സ്റ്റെപ്പെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തു. അതുപോലെ സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഡാമിൻ പ്രീസ്റ്റിന് ഫ്യൂച്ചർ ഷോട്ട് DDT എല്ലാം കൊടുത്ത് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ സെഗ്മെന്റും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നിയില്ല. മെയിനായിട്ട് തുറക്കന്മാരുടെ ഗ്യാങ് ആണ്. ഒന്ന് തൊട്ട് കഴിഞ്ഞ അപ്പം വരാണ് വളരെയധികം ബോറായിക്കൊണ്ടിരിക്കുകയാണ് ഈ സെക്യൂരിറ്റീസിന്റെ പണ്ടാർ. പിന്നീട് റൈ ഫീനിക്സ്, ഹുംബർട്ടോ ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ റൈ ഫീനിക്സ് മെക്സിക്കൻ മസിൽ ബസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഹുംബർട്ടോനെ തോൽപ്പിച്ചു. പിന്നീട് സാന്റോസ് എസ്കോബാറോട് വന്നുകൊണ്ട് റൈ ഫീനിക്സിനെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെയും ഹുംബർട്ടോനെ കൊണ്ട് ഷെയ്ക്കൻഡ് കൊടുപ്പിച്ച് സാന്റോസ് എസ്കോബാറോ റൈ ഫീനിക്സിന് ഷെയ്ക്കൻഡ് എല്ലാം കൊടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് സെലീന വേഗ, US ചാമ്പ്യൻ ചെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ച് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. മാച്ച് DQ മൂലം സെലീനയാണ് വിൻ ചെയ്തത്.
അതായത് സെലീനയുടെ കൂടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് എല്ലാം വീണ്ടും കാണിക്കുന്നുണ്ട്. നോക്കാം എന്താകുമെന്ന്. പിന്നീട് സാന്റോസ് എസ്കോബാർ ഹുംബർട്ടോട് പറയുന്നുണ്ട്, ഹുംബർട്ടോടെ മാച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല, റേ ഫീനിക്സ് നന്നായി മാച്ച് ചെയ്തു, അതുകൊണ്ടാണ് റേ ഫീനിക്സിനെ അഭിനന്ദിച്ചത് ഈ ഒരു ടൈപ്പിലൊക്കെ. പിന്നീട് ഹുംബർട്ടോനെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ കാണിച്ചു. അതേസമയം ഈ ഒരു അവസരം ഉപയോഗിച്ച് ആൻഡ്രോയിഡ് അവിടെ വന്ന് പറയുന്നത്, നീ ഒരു നല്ല റെസ്ലറാണ്, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നൊക്കെയാണ്. അതായത് സാന്റോസ് കളിയാക്കിയതിന് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഹുംബർട്ടോ പറയുന്നുണ്ട്, നീ നിന്റെ സ്വന്തം കാര്യം നോക്കി മാത്രം നടന്നാൽ മതി എന്നൊക്കെ. അതിനുശേഷം WWE ചാമ്പ്യൻ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരുവിധം എല്ലാ ചാമ്പ്യൻഷിപ്പും, അതായത് WWE യൂസ് ചെയ്തിട്ടുള്ള WWE ചാമ്പ്യൻഷിപ്പ് എല്ലാം. പിന്നീട് കോഡി റോഡ്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എല്ലാ ചാമ്പ്യൻഷിപ്പും നോക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പ്, അതായത് കോഡി റോഡ്സിന്റെ കയ്യിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ്, അത് വെറും ഒരു ചാമ്പ്യൻഷിപ്പ് അല്ല. ഈ ചാമ്പ്യൻഷിപ്പ് ഒരാൾ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച റെസ്ലറാണ്. അതുപോലെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന ആൾക്ക് അത് കയ്യിൽ വെക്കാനും അത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള അധികാരവും ഉണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ റെസ്ലിംഗ് കാണാൻ വന്നിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ വളർന്നു വന്നുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരാൾ മാത്രം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതായത് ജോൺ സീനയെ മെൻഷൻ ചെയ്ത് പറഞ്ഞു, അതായത് ജോൺ സീന ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ട് WWE നിന്നും എന്നേക്കുമായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകും, പിന്നെ ഒരു ടോയ് ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് നടക്കില്ല. അതുപോലെ ജോൺ സീന ഇപ്പോൾ ഇവിടെ ഇല്ല, അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത്. ജോൺ സീന ഒരു വീഡിയോ ആണ്. അതുപോലെ ജോൺ സീന കഴിഞ്ഞ ആഴ്ച എൻ്റെ ടാറ്റു കാണിച്ച് കളിയാക്കിയിട്ട് പറഞ്ഞത്, ഞാനൊരു ഫാൻ മാത്രമാണ്, അല്ലാതെ റെസ്ലർ അല്ല എന്നൊക്കെയാണ്. അപ്പം അതങ്ങനെ പറഞ്ഞതിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഓരോരോ ചാമ്പ്യൻഷിപ്പിനെ നോക്കിയിട്ടും അതിൻ്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞ് അവസാനം കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു സ്പിന്നർ WWE ചാമ്പ്യൻഷിപ്പ് നോക്കി കോഡി റോഡ്സ് പറഞ്ഞത്, ഈ സ്പിന്നർ ചാമ്പ്യൻഷിപ്പ് അറിയപ്പെടുന്നത് ജോൺ സീനയുടെ പേരിലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ജോൺ സീനയാണ് WWE മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ ഞാനാണ്, അല്ലാതെ നീയല്ല എന്ന് കോഡി സീനയോട് പറയുന്നുണ്ട്. അതുപോലെ ജോൺ സീനയോട് പറയാനുള്ള മറ്റൊരു കാര്യം, ജോൺ സീന വിചാരിക്കുന്നത് ജോൺ സീനയെ മാത്രമാണ് WWE ഫാൻസ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. WWE ഫാൻസിന് മറ്റുള്ള റെസ്ലേഴ്സിനെയും ഇഷ്ടപ്പെടാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കോഡി പറയുന്നുണ്ട്, പണ്ട് ഞാൻ റോമൻ റെയിൻസ്, ബ്രോക്ക് ലെസ്നർ ഇവരോടെല്ലാം പറഞ്ഞതുപോലെ തന്നെ നിന്നോടും പറയുന്നു, ഞാൻ അവസാനം വരെയും ഫൈറ്റ് ചെയ്യും. പിന്നെ ജോൺ സീന എപ്പോഴും പറയാറുണ്ട് എൻ്റെ സമയം അവസാനിച്ചു എന്ന്. എന്നാൽ അങ്ങനെയല്ല ശരിക്കുള്ള കാര്യം. ശരിക്കും ജോൺ സീനയുടെ സമയമാണ് അവസാനിച്ചത്. ഇനി കുറെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ സമയവും അവസാനിക്കും. എന്നാലും ഈ ഒരു WWE ചാമ്പ്യൻഷിപ്പ് ഇവിടെ തന്നെ കാണും. ആ ഒരു ചാമ്പ്യൻഷിപ്പ് ആർക്കും അവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് കോഡി അവസാനം പറഞ്ഞെത്തിയത്. അതായത് ചാമ്പ്യൻഷിപ്പ് എപ്പോഴും ഇവിടെ തന്നെ കാണും. അപ്പോൾ സീനയുടെ ടൈം അവസാനിച്ചത് കൊണ്ടാണ് സീന ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നും ഈ സെഗ്മെന്റിൽ കോഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഇതിനുള്ള റിപ്ലൈ സീന നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗണിൽ വന്ന് പറയും. പിന്നീട് റോക്സാൻ പെരസ്, വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റൻ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. ഇനി മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ച് എന്നേ പറയാൻ സാധിക്കൂ. മാച്ചിന്റെ അവസാനത്തിൽ ടിഫനി സ്റ്റാറ്റൻ റോക്സാൻ പെരസിന് മുൻസൾട്ട് എല്ലാം കൊടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്തു. വിൻ ചെയ്തതിന് ശേഷം ഷാലറ്റ് അവിടെ വന്ന് ടിഫനിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ വീണ്ടും തുരപ്പന്മാരുടെ ഗ്യാങ് എല്ലാം അവിടെ വന്നു. അപ്പോഴേക്കും ഭാഗ്യത്തിന് വെയ്റ്റ് ബാരറ്റ് ഇടപെട്ട് ഷാർലറ്റിനെ സമാധാനിപ്പിച്ചു വിട്ടു. അതിനേക്കാൾ മുൻപായിട്ട് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ടിഫനിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് US ചാമ്പ്യൻ LA നൈറ്റ് ആൻഡ് റാൻഡി ഓർട്ടൻ വേഴ്സസ് സോളോ സിക്കാവ ആൻഡ് ടോമ ടോങ്ക, ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് കൊള്ളാം. പക്ഷേ ഈ മാച്ച് കാണുമ്പോൾ ഭയങ്കര പേടിയായിട്ടാണ് ഞാൻ ഈ മാച്ച് കണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് അവസാനം പറയാം. ഈ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റാൻഡി ഓർട്ടൻ ടോമ ടോങ്കയ്ക്ക് ഒരു RKO കൊടുത്ത് സോളോ സിക്കാവയെ സെക്കൻഡ് റോപ്പിൽ വെച്ച് DDT അടിക്കാൻ നോക്കിയ സമയത്ത് സോളോ സിക്കാവയും റാൻഡി കൂടി അറ്റാക്ക് ചെയ്ത് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ പോയി. അതിനേക്കാൾ മുൻപ് സോളോ സിക്കാവ LA നൈറ്റിന് ഒരു സമോൺ സ്പൈക്ക് എല്ലാം കൊടുത്തിരുന്നു. പിന്നീട് ഇവർ പോയ ഒരു അവസരം ഉപയോഗിച്ച് LA നൈറ്റ് ടോമ ടോങ്കയ്ക്ക് BFT കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആൻഡ് റാൻഡി ഓർട്ടൻ ഇവരാണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജേക്കബ് ഫാട്ട് വന്ന് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് ബാക്ക് ടു ബാക്ക് മോൺസോൾട്ട് എല്ലാം ചെയ്ത് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. ഇനി ഞാൻ പേടിച്ച കാര്യം എന്താണെന്ന് പറയാം. ഒന്നാമതായി പേടിച്ചത് റാൻഡി ഓർട്ടന്റെ സെഗ്മെന്റിൽ സോളോ സിക്കാവ വന്ന സമയത്താണ്. അതായത് റെസ്ലർമേനിയയിൽ ഈ മാച്ച് കൊണ്ടുപോയി വെക്കുമോ എന്നുള്ള പേടി ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു.
എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അതിലും ഭേദം റാൻഡിക്ക് മാച്ച് ഇല്ലാതിരിക്കുന്നതാണ്. അതുപോലെ ക്ലൈമാക്സ് കണ്ട സമയത്തും ആ ഒരു പേടി ഭയങ്കരമായിട്ട് കൂടി. അതായത് ഇവർ ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്ത് പോയപ്പോൾ ഇവർക്ക് തമ്മിൽ മാച്ച് വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗണിൽ വെച്ച് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരം. റെസൽമേനിയയിലേക്ക് ആ മാച്ച് കൊണ്ടുപോയ വളരെ മോശം അവസ്ഥയായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ അതിലും ഭേദം റാൻഡിക്ക് മാച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സെറ്റാവാത്തൊരു സ്മാക്ഡൗൺ ആണ്.